ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മോൻ്റെ ജന്മനാളാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം എന്താണ്ട് അതിൻ്റെ വിഭവങ്ങളാണ്, ഫിഷ് കറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നല്ലൊരു ഒന്നാതരം സദ്യയൊക്കെ എൻ്റെ മോന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറ് പായസമൊക്കെ ഉണ്ട്. ദക്ഷ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവൻ എന്തായാലും സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താണ്ട മോന് ഞാൻ ഇലയിൽ സദ്യയൊക്കെ ഇട്ട് എല്ലാവരും ഒക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അവൻ്റെ ഡേറ്റിനാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് കേട്ടോ. അത് ഏപ്രിൽ 13-നായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമേ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കുകയാണ് കേട്ടോ. ഇത് ജന്മനാളിൻ്റെ അന്നുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു, അച്ചാമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മളിനി ജന്മനാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ അന്ന് നമ്മൾ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ പോലെ കേട്ടോ, വലുതായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല. അപ്പം നമ്മൾ കണ്ണപ്പ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ഒരു ചെറിയൊരു സെറ്റും കാര്യങ്ങളും എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇടുന്നത്. അങ്ങനെ ചേട്ടൻ എന്തായാലും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും വന്നു കേട്ടോ. നമ്മുടെ ഗീ ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി വന്നു. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാണ് കേട്ടോ. കേക്കും കുറച്ച് മിഠായിയും പിന്നെ നമ്മൾ ഫുഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഐസ്ക്രീം അതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. അങ്ങനെ നമ്മൾ വിളിച്ചിട്ടുള്ള എല്ലാവരും എത്തി. നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ഗസ്റ്റുകൾ കൂടി നമ്മൾ വിളിക്കാൻ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ അതിൽ ഒരുപാട് സന്തോഷം അവരൊക്കെ ആ ഒരു ദിവസം തന്നെ വന്നതിൽ കേട്ടോ. അങ്ങനെ തന്നെ ഫൈനലി ദക്ഷൂട്ടത്തിൽ അടിപൊളി ഒരു യെല്ലോ കളർ ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. സെറ്റായിരുന്നു. പക്ഷെ ആ ഉടുപ്പിൻ്റെ അടിയിലൊരു ഇന്നർ പോലും ഉണ്ട് കേട്ടോ. പക്ഷെ അവനത് വയ്യ, അത് ഇടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ അവസാനം എന്തായാലും ഇട്ടു കേട്ടോ. എന്തായാലും ദക്ഷൂട്ടിനും ഏട്ടനും ഒരേ കളർ ഡ്രസ്സായിരുന്നു. ഞാനൊരു വൈറ്റ് ടീഷർട്ടായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ താണ്ട് ഏകദേശം കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ 3 പേരും ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഈ വർഷം വലിയ സെലിബ്രേഷനൊന്നും ഇല്ലയെന്ന് തന്നെ ഞങ്ങൾ മുന്നേ വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. സെക്കൻഡ് ബർത്ത്ഡേ ഞാൻ ഗാന്ധി ഭവനിലായിരുന്നു കേട്ടോ ആഘോഷിച്ചത്. അപ്പം അതൊക്കെ നിങ്ങൾ മുന്നുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ തേർഡ് ബർത്ത്ഡേ ആണ് ഇങ്ങനെ ആഘോഷിക്കാമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും 5ാമത്തെ ബർത്ത്ഡേ മാത്രമേ ഉള്ളൂ വലിയ സെലിബ്രേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വെച്ചിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. വിഷ്ണു വന്നു, വിഷ്ണു കേക്കൊക്കെ എടുത്തു കൊടുത്തു ദക്ഷൂട്ടന്. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. വന്ന് നമ്മൾ കേക്കൊക്കെ ഓരോരുത്തരായിട്ട് അവന് എടുത്ത് വായിലൊക്കെ വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം പിന്നെ നമ്മളിനി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനുള്ള രീതിയിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയാണിത്. ഗീത ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയും കേക്കൊക്കെ എടുത്തു. ചേച്ചി നമ്മുടെ നെയ്ബറാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചി. നമ്മളെ മിക്ക ഫംഗ്ഷനും ചേച്ചി എല്ലാത്തിലും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഉൾപ്പെടുത്താൻ ചേച്ചി മിക്കതിനും ഞങ്ങൾ വിളിക്കാറുണ്ട്, ചേച്ചി വരാറുണ്ട്. ഇനിയും കുറേ പേരൊക്കെ നമ്മൾ വിളിച്ചിട്ടുള്ളവരെല്ലാവരും വരാനുണ്ടായിരുന്നു. എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിളിച്ചിട്ടുള്ള എല്ലാവരും വന്നിട്ട് ആരും വരാതിരുന്നിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും വന്നു. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ഫാമിലിയെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ ഏറ്റവും അടുത്ത അപ്പോഴത്തേക്ക് അവരെല്ലാവരും ഉണ്ടായിരുന്നു. ദക്ഷു അടുത്തിരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ബഹളമാണ് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്മയൊക്കെ വന്നു. അവന് ഫുഡൊക്കെ എടുത്ത് കൊടുത്തു. കേക്കൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു ഇതിലാണ് കേട്ടോ വിഷ്ണു. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ലൈവ് പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏട്ടൻ ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ലൈവിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന കുറേ മെമ്പേഴ്സിനൊക്കെ ലൈവിലോട്ട് വരാനും ഒക്കെ കുറച്ച് നാണവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ദക്ഷു പിന്നെ കേക്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. ദക്ഷുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അന്നത്തെ ഫ്രണ്ടായിരുന്നു കേട്ടോ ഈ മോള്. അപ്പം അവർ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കേട്ടോ അമ്മേനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായ അമ്മേനെ കണ്ടിട്ട് അപ്പോൾ അവർ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവർ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരുപാട് നന്ദി. കാണാൻ പറ്റിയതിലും അവർ മിക്കതിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ലൈവിൽ നമുക്ക് മെസ്സേജ് ഇടുകയും കമൻറ്റൊക്കെ ഇടാറുണ്ട് ചേച്ചി. അപ്പോൾ എന്തായാലും നേരിട്ട് കണ്ടത് ഒരുപാട് സന്തോഷം. അങ്ങനെ താണ്ടെ ചിന്നു ഇരിപ്പുണ്ടായിരുന്നു. അവൾക്ക് ഹെൽത്ത് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അമ്മ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ദക്ഷുവിന് നല്ല അടിപൊളി ഒരു പാൻറ്റും ഷർട്ടുമാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ എന്തായാലും പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പപ്പടവും
സലാഡ്, അച്ചാറ്, പഴം, ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ എൻ്റെ എല്ലാവരും വന്നു കേട്ടോ. അപ്പം നമ്മുടെ അനുചേച്ചിയായിരുന്നു കേട്ടോ വന്നത്. എൻ്റെ സഹോദരിയാണ് കേട്ടോ, സഹോദരിയാണ് അഞ്ചു ചേച്ചി, കോയമ്പത്തൂരാണ്. ഇപ്പോൾ എന്തായാലും ചേച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് ചേച്ചി എന്തായാലും വന്നു. ഇത് സതിയാൻ്റെയാണ്, ഏട്ടൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും എല്ലാവരും നമ്മൾ വിളിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ രമണിയും ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ നിച്ചൂട്ടനാണ്, അഞ്ചീച്ചിയുടെ മോനാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ എല്ലാവരെയും കണ്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റ് ഇവർ പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. അവർ അതിന് മുമ്പേ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞില്ല എന്തായാലും വന്നില്ല, കേക്ക് കട്ട് ചെയ്തിട്ട് പോകാം. ഇത് നമ്മുടെ സോനു ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ഭയങ്കര സത്യം പറഞ്ഞ ആൾ ഭയങ്കര പോസിറ്റീവാണ്. നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നമ്മൾ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചേട്ടൻ. അങ്ങനെ എന്തായാലും സുമ ചേച്ചിയുടെ മക്കളും ഒക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി അവർ ഫാമിലിയുടെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാട്ടി സൂപ്പറായിരുന്നു, അടിപൊളി. അനുചേച്ചി നമ്മൾ അന്ന് കുറേ നാൾക്ക് ശേഷം നമ്മൾ അനുചേച്ചി അന്നാണ് കേട്ടോ കാണുന്നത്. ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ എന്തായാലും കുറേ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. പറഞ്ഞ് ചിരിച്ച് ചേച്ചി കോയമ്പത്തൂരിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു. എന്തായാലും സൂപ്പർ. അതിനുശേഷം നമ്മുടെ ഏട്ടൻ നമ്മുടെ തട്ടി വീടുവാണ് കേട്ടോ ഇതിനിടയ്ക്ക് വെച്ചിട്ട്. ഞാൻ ഇതിനിടയ്ക്ക് വെച്ചിട്ട് കഴിച്ചു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല ഗൈസ്. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് നമ്മുടെ കണ്ണൻ നമുക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ്. അവൻ സ്വന്തമായിട്ട് വരച്ച ദക്ഷൂട്ടൻ്റെ ഒരു ഫോട്ടോ കേട്ടോ, അതാണ് അവൻ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ട്. പക്ഷേ സത്യമല്ല സൂപ്പർ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ണ അടിപൊളിയാടാ, താങ്ക്സ്. ഇനി എന്താണ് പറയാനുള്ളത്, എനിക്കൊന്നും